നമസ്കാരം. ഇന്നത്തെ ലേമാൻസ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ വെക്ടറുകളുടെ അഡീഷൻ പഠിച്ചു. രണ്ട് രീതിയിൽ, ട്രയാങ്കിൾ മെത്തേഡിലും പാരലഗ്രാം ലോ മെത്തേഡിലും വെക്ടറുകൾ ആഡ് ചെയ്തെടുക്കുന്നത് നമ്മൾ പഠിച്ചു. ഇനി വെക്ടറുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് പഠിക്കാം. നമുക്ക് ഒരു വെക്ടർ ലഭിച്ചാൽ അതിനെ പരസ്പരം ലംബമായ മ്യൂച്വലി പെർപെൻഡിക്കുലറായ രണ്ട് വെക്ടറുകളുടെ തുകയാക്കി മാറ്റി എഴുതാൻ കഴിയും. ചില സന്ദർഭങ്ങളിൽ ഇത്തരത്തിൽ ഒരു വെക്ടറിനെ രണ്ട് വെക്ടറുകളുടെ സം ആക്കി മാറ്റി എഴുതുന്നത് വളരെയേറെ സൗകര്യപ്രദമായിരിക്കും. ഇത്തരത്തിൽ എഴുതുന്നത് കൊണ്ടുള്ള ഉപയോഗം നമുക്ക് പിന്നീട് പഠിക്കാം. ആദ്യം ഒരു വെക്ടറിനെ ഇത്തരത്തിൽ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്തെഴുതാൻ കഴിയുന്നത്, പിരിച്ചെഴുതാൻ കഴിയുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ 10 യൂണിറ്റ് മാഗ്നിറ്റ്യൂഡുള്ള എ എന്ന ഒരു ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ തന്നിരിക്കുന്നത് കാണുക. ഞാൻ ഈ വെക്ടറിനെ അതിൻ്റെ ഡിറക്ഷനിലോ മാഗ്നിറ്റ്യൂഡിലോ യാതൊരു മാറ്റവും വരാതെ ഒരു റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നു. നോക്കൂ, ഇവിടെ ഓയിൽ നിന്നും ഒരു പർട്ടിക്കുലർ ഡിറക്ഷനിൽ 10 യൂണിറ്റ് ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകാൻ എക്സ് ദിശയിൽ 6 യൂണിറ്റ് റൈറ്റ് സൈഡിലേക്കും അവിടെ നിന്നും 8 യൂണിറ്റ് വൈ ഡിറക്ഷനിൽ മുകളിലേക്കും നീങ്ങിയാൽ മതിയാകുമല്ലോ. അതായത് ഒ പി എന്ന 10 മീറ്റർ ഡിസ്പ്ലേസ്മെന്റ് ലഭിക്കാൻ ഹൊറിസോണ്ടൽ ഡിറക്ഷനിൽ 6 യൂണിറ്റും വെർട്ടിക്കൽ ഡിറക്ഷനിൽ തുടർന്ന് 8 യൂണിറ്റും ഡിസ്പ്ലേസ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞതിൻ്റെ സാരം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ഒരാൾ ഒ പി ഡിറക്ഷനിൽ 10 മീറ്റർ മുന്നോട്ട് നടന്ന് പിയിലെത്തുന്നു. അതിനു പകരം ഒയിൽ നിന്നും പോസിറ്റീവ് എക്സ് ഡിറക്ഷനിൽ 6 മീറ്ററും അവിടെ നിന്നും പോസിറ്റീവ് വൈ ഡിറക്ഷനിൽ 8 മീറ്ററും സഞ്ചരിക്കുന്നു. രണ്ട് സന്ദർഭങ്ങളിലും അയാൾക്കുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് 10 യൂണിറ്റ് തന്നെയായിരിക്കും. അതായത് വെക്ടർ ഒ പി ഈക്വൽ ടു വെക്ടർ ഒ ക്യു പ്ലസ് വെക്ടർ ക്യു പി ആയിരിക്കും. ഇനി ഇതൊരു ഫോഴ്സ് വെക്ടറാണെന്ന് കരുതുക. 10 ന്യൂട്ടൺ ഫോഴ്സിനെ സൂചിപ്പിക്കുന്ന ഒരു വെക്ടറാണെന്ന് കരുതുക. അപ്പോൾ നാം നേരത്തെ പറഞ്ഞ ആശയം എങ്ങനെയാകുമെന്ന് നോക്കൂ. ഒ എന്ന പോയിന്റിലിരിക്കുന്ന ഒരു വസ്തുവിനെ ഒ പി ദിശയിൽ 10 ന്യൂട്ടൺ ഫോഴ്സോടുകൂടി തള്ളുന്നു അല്ലെങ്കിൽ വലിക്കുന്നു. അപ്പോൾ ആ വസ്തു ആ നിശ്ചിത ദിശയിൽ ആക്സിലറേറ്റ് ചെയ്യപ്പെടുമല്ലോ. ഇനി അതിനു പകരം ഇതേ വസ്തുവിൽ ഒരേ സമയം 6 ന്യൂട്ടൺ ഫോഴ്സ് ഹൊറിസോണ്ടൽ ഡിറക്ഷനിലും 8 ന്യൂട്ടൺ ഫോഴ്സ് വെർട്ടിക്കൽ ഡിറക്ഷനിലും പ്രയോഗിച്ചാൽ വസ്തുവിനുണ്ടാകുന്ന ആക്സലറേഷൻ്റെ അളവും അതിൻ്റെ ഡിറക്ഷനും പഴയത് തന്നെയായിരിക്കും. അതായത് ഒ പി ഡിറക്ഷനിൽ 10 ന്യൂട്ടൺ ഫോഴ്സ് പ്രയോഗിച്ചാലും മ്യൂച്വലി പെർപെൻഡിക്കുലർ ഡിറക്ഷനിൽ 6 ന്യൂട്ടൺ 8 ന്യൂട്ടൺ എന്നീ ഫോഴ്സുകൾ പ്രയോഗിച്ചാലും വസ്തുവിനുണ്ടാകുന്ന ഇമ്പാക്റ്റ് ഒന്ന് തന്നെയായിരിക്കും. അതായത് അതിൻ്റെ ചലനവേഗവും ചലനദിശയും ഒന്ന് തന്നെയായിരിക്കും. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യം, ഒരു പ്ലെയിനിലുള്ള ഏതൊരു വെക്ടറിനെയും ഇത്തരത്തിൽ രണ്ട് മ്യൂച്വലി പെർപെൻഡിക്കുലർ വെക്ടറുകളുടെ തുകയാക്കി എഴുതാം. സൗകര്യത്തിന് വേണ്ടി ആ രണ്ട് വെക്ടറുകളെ എക്സ് വൈ ഡിറക്ഷനിലുള്ള രണ്ട് വെക്ടറുകളായി പിരിച്ചെഴുതുകയാണ് സാധാരണയായി ചെയ്യാറുള്ളത്. ഇപ്പോൾ നമ്മൾ എടുത്ത ഉദാഹരണം നോക്കൂ. 10 meter displacement along OP is equal to 6 meter displacement along positive x direction plus 8 meter displacement along y direction. അതല്ലെങ്കിൽ 10 Newton force acting along OP is equal to or equivalent to sum of the forces 6 Newton along positive x direction and 8 Newton force along positive y direction. അപ്പോൾ ഒരു വെക്ടറിനെ ഇത്തരത്തിൽ റിസോൾവ് ചെയ്ത് എഴുതുമ്പോൾ അതിന്
എക്സ് ദിശയിലും വൈ ദിശയിലും ഓരോ കമ്പോണന്റുകൾ ഉണ്ടാകും. നാം ഇപ്പോൾ പരിഗണിച്ച ഉദാഹരണത്തിൽ എ എന്ന 10 യൂണിറ്റ് മാഗ്നിറ്റ്യൂഡുള്ള വെക്ടറിന് എക്സ് ദിശയിൽ 6 യൂണിറ്റ് കമ്പോണന്റും വൈ ദിശയിൽ 8 യൂണിറ്റ് കമ്പോണന്റുമാണുള്ളത്. നമുക്കിവയെ AX = 6 യൂണിറ്റ് എന്നും AY = 8 എന്നും എഴുതാം. അതായത് എക്സ് കമ്പോണന്റിനെ AX എന്നും വൈ ഡിറക്ഷനിലെ കമ്പോണന്റിനെ AY എന്നും എഴുതാം. അതിനാൽ ഏതൊരു വെക്ടറിനെയും A = AXI + AYJ എന്ന രൂപത്തിൽ നമുക്ക് എഴുതാൻ കഴിയും. ഇതിലെ AX AY എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. പക്ഷേ അതോടൊപ്പം IJ എന്ന 2 അക്ഷരങ്ങൾ കൂടി ചേർത്തെഴുതിയിട്ടുണ്ട്. ഇതിലെ IJ എന്നിവ എക്സ് ദിശയിലും വൈ ദിശയിലുമുള്ള 2 യൂണിറ്റ് വെക്ടറുകളാണ്. യഥാർത്ഥത്തിൽ IJ എന്നിവ ഓരോ കമ്പോണന്റിന്റെയും ദിശ ഏതെന്ന് സൂചിപ്പിക്കുന്ന ഒരു ഇൻഡിക്കേറ്ററാണ്. I എന്നത് പോസിറ്റീവ് എക്സ് ഡിറക്ഷനെയും -I എന്നത് നെഗറ്റീവ് എക്സ് ഡിറക്ഷനെയും സൂചിപ്പിക്കും. അതുപോലെ J എന്നത് പോസിറ്റീവ് വൈ ഡിറക്ഷനെയും -J എന്നത് നെഗറ്റീവ് വൈ ഡിറക്ഷനെയുമാണ് സൂചിപ്പിക്കുന്നത്. ഇതൊന്നുകൂടി വ്യക്തമാക്കാം. നമ്മൾ സാധാരണയായി വെക്ടറിന്റെ അറ്റത്ത് ഒരു ആരോ മാർക്ക് നൽകി അതിൻ്റെ ഡിറക്ഷനെ സൂചിപ്പിക്കുന്നത് പോലെ AX എന്ന കമ്പോണന്റിനോടൊപ്പം I ചേർത്തെഴുതുമ്പോൾ അതിനർത്ഥം ആ കമ്പോണന്റിന്റെ ദിശ പോസിറ്റീവ് എക്സ് ഡിറക്ഷനിലേക്കാണെന്നും അതല്ല അതിനോടൊപ്പം -I ആണ് ചേർത്തെഴുതുന്നതെങ്കിൽ അതിനർത്ഥം ആ കമ്പോണന്റ് ദിശ നെഗറ്റീവ് എക്സ് ഡിറക്ഷനിലേക്കുമാണ് എന്നാണ്. അതുപോലെ ഒരു കമ്പോണന്റിനോടൊപ്പം J എന്ന യൂണിറ്റ് വെക്ടർ ചേർത്തെഴുതിയാൽ അതിനർത്ഥം ആ കമ്പോണന്റ് പോസിറ്റീവ് വൈ ഡിറക്ഷനിലാണെന്നും -J എന്നാണ് എഴുതുന്നതെങ്കിൽ അതിൻ്റെ ഡിറക്ഷൻ നെഗറ്റീവ് വൈ ഡിറക്ഷനിലുമാണെന്നാണ്. ഒരു ഉദാഹരണം നൽകിയിരിക്കുന്നത് നോക്കൂ. P എന്ന വെക്ടറിനെ P = 2i - 3j എന്ന് എഴുതിയിരിക്കുന്നു. എന്താണ് ഇതിനർത്ഥം? P എന്ന വെക്ടറിന് പോസിറ്റീവ് എക്സ് ദിശയിൽ 2 യൂണിറ്റും നെഗറ്റീവ് വൈ ഡിറക്ഷനിൽ 3 യൂണിറ്റുമുള്ള കമ്പോണന്റുകൾ ഉണ്ട് എന്നാണ്. നമുക്കിതിനെ ഈ ചിത്രത്തിലേതുപോലെ വരച്ചു കാണിക്കാം. ഇനി ഈ ചിത്രങ്ങൾ കൂടി നോക്കൂ. 3 വെക്ടറുകളെ കമ്പോണന്റ് രൂപത്തിൽ റിസോൾവ് ചെയ്ത് എഴുതിയിരിക്കുന്നത് കാണുക. ചിത്രം 1 നോക്കൂ. X = -3i - 4j. എന്താണ് ഇതിനർത്ഥം? എക്സ് എന്ന വെക്ടറിന് നെഗറ്റീവ് എക്സ് ഡിറക്ഷനിൽ 3 യൂണിറ്റ് കമ്പോണന്റുമുണ്ട്, നെഗറ്റീവ് വൈ ഡിറക്ഷനിൽ 4 യൂണിറ്റ് കമ്പോണന്റുമുണ്ട് എന്നാണ്. ഇനി രണ്ടാമത്തെ ചിത്രത്തിലോ y = -2i + 3j എന്ന വെക്ടർ അത് ചിത്രീകരിച്ചിരിക്കുന്നത് നോക്കുക. അതിൻ്റെ എക്സ് കമ്പോണന്റ് നെഗറ്റീവ് എക്സ് ഡിറക്ഷനിലാണ്, 2 യൂണിറ്റുമാണ്. വൈത്ത് കമ്പോണന്റ് 3 യൂണിറ്റ് ഉണ്ട്. അത് പോസിറ്റീവ് ആയതിൽ നിന്നും അത് മുകളിലേക്കാണ് അല്ലെങ്കിൽ പോസിറ്റീവ് വൈ ഡിറക്ഷനിലാണെന്നും മനസ്സിലാക്കാം. ഇനി അവസാന ചിത്രം നോക്കൂ. A = 9i + 12j. A എന്ന വെക്ടറിന് പോസിറ്റീവ് എക്സ് ഡിറക്ഷനിൽ 9 യൂണിറ്റ് മാഗ്നിറ്റ്യൂഡുള്ള ഒരു കമ്പോണന്റും പോസിറ്റീവ് വൈ ഡിറക്ഷനിൽ 12 യൂണിറ്റ് മാഗ്നിറ്റ്യൂഡുള്ള ഒരു കമ്പോണന്റും ഉണ്ട് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ ഒരു പ്ലെയിനിലുള്ള ഏതൊരു വെക്ടറിനെയും പരസ്പരം ലംബമായ മ്യൂച്വലി പെർപെൻഡിക്കുലറായ 2 വെക്ടറുകളുടെ സം ആക്കി എഴുതാൻ കഴിയും. ഇനി നമുക്ക് ഇതിന്റെ വിപരീതം നോക്കാം. അതായത് കമ്പോണന്റ് ഫോമിൽ നമുക്ക് വെക്ടറുകൾ തന്നിരിക്കുന്നു. ഇത്തരത്തിൽ കമ്പോണന്റ് രൂപത്തിൽ ഒരു വെക്ടറിനെ തന്നാൽ എങ്ങനെയാണ് ആ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡും അതുപോലെ അതിൻ്റെ ഡിറക്ഷനും കാണുന്നതെന്ന് നോക്കാം. കൃത്യമായ ഒരു ഫോർമുലയുണ്ട്, അതിന് റെഡിമെയ്ഡ് ഫോർമുലയുണ്ട്. A = AXI + AYJ എന്നതാണ് വെക്ടർ എന്ന് കരുതുക. ഇതിന് മാഗ്നിറ്റ്യൂഡ് കാണാൻ √AX² + AY² കണ്ടാൽ മതി. അതായത് ഓരോ കമ്പോണന്റുകളുടെയും സ്ക്വയറുകളുടെ
സം കണ്ട് അതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടാൽ ആ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് ലഭിക്കും. അപ്പോൾ ഓർത്തു വയ്ക്കുക, മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ. ഇനി അതിൻ്റെ ഡിറക്ഷൻ കാണാൻ നോക്കൂ, തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എ വൈ ബൈ എ എക്സ് കണക്കാക്കിയാൽ മതിയാകും. അപ്പോൾ ഈ ഫോർമുല ഇങ്ങനെ തന്നെ അങ്ങോട്ട് പഠിക്കുക. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെക്ടർ എ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ ആൻഡ് ഡിറക്ഷൻ തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എ വൈ ബൈ എ എക്സ്. ഒരു ഉദാഹരണത്തിലൂടെ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം സുവ്യക്തമായി നിങ്ങളെ ബോധ്യപ്പെടുത്താം. നമ്മൾ നേരത്തെ പരിഗണിച്ച ഉദാഹരണങ്ങൾ ഒരിക്കൽ കൂടി പരിശോധിക്കാം. ഇവിടെ എക്സ് ഈസ് ഈക്വൽ ടു -3i-4j എന്നാണ് തന്നിരിക്കുന്നത്. നമുക്കറിയേണ്ടത് എക്സ് എന്ന ഈ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കും, എക്സ് എന്ന വെക്ടറിൻ്റെ വാല്യൂ എത്രയായിരിക്കും, മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കും. അപ്പോൾ നോക്കൂ, ഇവിടെ എ എക്സിൻ്റെ സ്ഥാനത്ത് -3 ആണുള്ളത്, എ വൈയുടെ സ്ഥാനത്ത് -4ഉം. അപ്പോൾ ഫോർമുല അപ്ലൈ ചെയ്യാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് -3 സ്ക്വയർ പ്ലസ് -4 സ്ക്വയർ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 25 ഈക്വൽ ടു 5 എന്നാണ് കിട്ടുക. അതായത് എക്സ് ഈസ് ഈക്വൽ ടു -3i-4j എന്ന് സൂചിപ്പിക്കുന്ന വെക്ടറിൻ്റെ യഥാർത്ഥ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 5 യൂണിറ്റ് ആയിരിക്കുമെന്ന്. ഇനി നേരത്തെ സൂചിപ്പിച്ച ഫോർമുല ഉപയോഗിച്ച് തീറ്റ കണ്ടുപിടിക്കാം, ആംഗിൾ കണ്ടുപിടിക്കാം. എന്താണ് ആംഗിൾ കൊണ്ട് ഉദ്ദേശിച്ചത് പിറകെ പറയാം. തീറ്റ ഈസ് ഈക്വൽ ടു ഫോർമുല ടാൻ ഇൻവേഴ്സ് വൈത്ത് കമ്പോണന്റ് ബൈ എക്സ്ത് കമ്പോണന്റ് ആണ്. അപ്പോൾ ഇവിടെ ടാൻ ഇൻവേഴ്സ് 4/3 എന്നെടുക്കുന്നു. അപ്പോൾ 53 ഡിഗ്രി എന്നാണ് കിട്ടുന്നത്. ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കട്ടെ, ഇങ്ങനെ കമ്പോണന്റ് എടുക്കുമ്പോൾ, ആംഗിൾ കാണാൻ കമ്പോണന്റ് എടുക്കുമ്പോൾ ഇവയുടെ മോഡുലസ് എടുത്താൽ മതിയാകും. അതായത് അവയുടെ സൈൻ പരിഗണിക്കണമെന്നില്ല. അപ്പോൾ 53 ഡിഗ്രി എന്നാണ് കിട്ടുന്നത്. പിന്നെ ഇൻവേഴ്സ് കാണാൻ നമുക്ക് കാൽക്കുലേറ്റർ സൗകര്യമുണ്ട്. സ്റ്റേറ്റിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, പരീക്ഷയിൽ കാൽക്കുലേറ്റർ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ഇൻവേഴ്സ് കാണുന്നത് എങ്ങനെയാണെന്ന് പരിശീലിക്കുക. ഇവിടെ തീറ്റ ഈസ് ഈക്വൽ ടു 53 ഡിഗ്രി എന്നത് കിട്ടിയതിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവുക? എക്സ് എന്ന വെക്ടറിൻ്റെ ഡിറക്ഷൻ ചിത്രം നോക്കിയാൽ അറിയാം, എക്സ് ആക്സിസിൽ നിന്നും 53 ഡിഗ്രി നെഗറ്റീവ് വൈ ആക്സിലേക്ക് മാറിയാണ് കാണപ്പെടുന്നത് എന്നാണ്. ഇനി രണ്ടാമത്തത് നോക്കൂ, y ഈസ് ഈക്വൽ ടു -2i + 3j. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണണം. ഫോർമുല മാഗ്നിറ്റ്യൂഡ് ഓഫ് y ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് yx സ്ക്വയർ പ്ലസ് yy സ്ക്വയർ ദെൻ റൂട്ട് ഓഫ് -2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. അപ്പോൾ നമുക്ക് √13 എന്നാണ് കിട്ടുക. ഇനി ആംഗിൾ കാണാനോ, ടാൻ ഇൻവേഴ്സ് 3/2. അപ്പോൾ നിങ്ങൾ കിട്ടുക 56 ഡിഗ്രി എന്നാണ് കിട്ടുക. ഇനി അവസാനത്തേത് നോക്കൂ, എ ഈസ് ഈക്വൽ ടു 9i + 12j. മാഗ്നിറ്റ്യൂഡ് കാണാൻ സ്ക്വയർ റൂട്ട് ഓഫ് 9 സ്ക്വയർ പ്ലസ് 12 സ്ക്വയർ ദെൻ 81 + 144 ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 225 ഈക്വൽ ടു 15 എന്നാണ് കിട്ടുക. അതായത് എ ഈസ് ഈക്വൽ ടു 9i + 12j എന്ന വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് 15 യൂണിറ്റ് ആണ്. ഇനി അതിൻ്റെ ഡിറക്ഷനോ, തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 12/9. അപ്പോൾ നമുക്ക് 53 എന്നാണ് കിട്ടുക. എന്താ ഇതിൻ്റെ അർത്ഥം? എ എന്ന വെക്ടർ എക്സ് ആക്സുമായി ഉണ്ടാക്കുന്ന ആംഗിൾ 53 ഡിഗ്രിയാണ്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യം, വെക്ടറുകളെ പരസ്പരം ലംബമായ മ്യൂച്വലി പെർപെൻഡിക്കുലറായ രണ്ട് വെക്ടറുകളുടെ സം ആക്കി എഴുതാം. ഇനി തിരിച്ച് ഇത്തരത്തിൽ കമ്പോണന്റ് ഫോമിൽ തന്നിട്ടുള്ള വെക്ടറുകളുടെ മാഗ്നിറ്റ്യൂഡ് കാണാനുള്ള ഫോർമുല നമുക്കറിയാം. അതുപോലെ ആ വെക്ടർ എക്സ് ഡിറക്ഷനിൽ നിന്നും എത്ര ആംഗിൾ ഡീവിയേറ്റ് ചെയ്താണ് നിൽക്കുന്നത് എന്ന് കാണാൻ ഉപയോഗിക്കാവുന്ന ഫോർമുലയും നമുക്ക് അറിയാം. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഒരു വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡിറക്ഷനും തന്നാൽ, അതായത് ആ വെക്ടർ എക്സ് ആക്സിസുമായി എത്ര ആംഗിൾ ആണ് ഉണ്ടാക്കുന്നത്, എക്സ് ആക്സിസുമായിട്ടുള്ള ആംഗിൾ എത്രയാണ് എന്ന് തരികയും ചെയ്താൽ
എങ്ങനെയാണ് ആ വെക്ടറിൻ്റെ രണ്ട് കമ്പോണൻറ്റുകളും എക്സ് കമ്പോണൻറ്റും വൈ കമ്പോണൻറ്റും കാണുന്നത് എന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ചിത്രം നോക്കൂ. എ എന്നൊരു വെക്ടർ എക്സ് ആക്സിസുമായി തീറ്റ ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പോൾ തീർച്ചയായും എ എന്ന വെക്ടറിന് എക്സ് ഡിറക്ഷനിൽ ഒരു കമ്പോണൻ്റ് ഉണ്ടാകും, വൈ ഡിറക്ഷനിൽ ഒരു കമ്പോണൻ്റ് ഉണ്ടാകും. അതെന്തായിരിക്കും എന്നതാണ് ചോദ്യം. അതിൻ്റെ എക്സ് കമ്പോണൻ്റ് എ എക്സ് എന്ന് പറയുന്നത് എ കോസ് തീറ്റയും വൈ കമ്പോണൻ്റ് എ സൈൻ തീറ്റയുമായിരിക്കും. അതായത് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ കോസ് തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന സംഖ്യ ഏതോ അതായിരിക്കും ആ വെക്ടറിൻ്റെ എക്സ് ഡിറക്ഷനിലെ കമ്പോണൻ്റ്. വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ സൈൻ തീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലഭിക്കുന്ന വാല്യൂ ആയിരിക്കും എ എന്ന വെക്ടറിൻ്റെ അല്ലെങ്കിൽ ഗിവൺ വെക്ടറിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻ്റ്. ഇപ്പോൾ ഇവിടുത്തെ ഉദാഹരണത്തിൽ എയുടെ മാഗ്നിറ്റ്യൂഡ് 20 ആണെന്ന് തന്നിരിക്കുന്നു. അത് എക്സ് ആക്സുമായി ഉണ്ടാക്കുന്ന ആംഗിൾ 60 ഡിഗ്രിയുമാണ്. അപ്പോൾ ഈ വെക്ടറിൻ്റെ എക്സ് ഡിറക്ഷനിലെ കമ്പോണൻ്റ് എന്ന് പറയുന്നത് എ കോസ് തീറ്റ ഈക്വൽ ടു 20 ഇൻറ്റു കോസ് 60 വിച്ച് ഈസ് ഈക്വൽ ടു 20 ഇൻറ്റു 1/2 10 യൂണിറ്റും ദെൻ വെർട്ടിക്കൽ കമ്പോണൻ്റ് വൈത്ത് കമ്പോണൻ്റ് എ സൈൻ തീറ്റ ആയിരിക്കും. ദാറ്റ് ഈസ് 20 ഇൻറ്റു സൈൻ 60 ഈക്വൽ ടു 20 ഇൻറ്റു √3/2 10 √3 എന്ന് പറഞ്ഞാൽ 20 യൂണിറ്റ് ഉള്ള ഈ വെക്ടറിനെ 10i പ്ലസ് 10 √3j എന്ന് പിരിച്ചെഴുതാൻ കഴിയും. അതല്ലെങ്കിൽ ഇതിൻ്റെ കമ്പോണൻറ്റുകൾ യഥാക്രമം 10 യൂണിറ്റും 10 √3 യൂണിറ്റുമാണ്. നാം ഇതുവരെ ചർച്ച ചെയ്തത് എക്സ് വൈ പ്ലെയിനിലെ ഒരു വെക്ടറിനെ കുറിച്ചാണ്, അതായത് 2 ഡയമെൻഷണൽ വെക്ടറിനെ കുറിച്ചാണ്. ഇനിതൊരു 3 ഡയമെൻഷണൽ വെക്ടറാണെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ നാം ഇപ്പോഴുപയോഗിച്ച ആ രീതി തന്നെ അവിടെയും ഉപയോഗപ്പെടുത്താവുന്നതാണ്. അതായത് എ ഇസ് ഈക്വൽ ടു ഏതൊരു വെക്ടർ, എനി വെക്ടർ ഇൻ എ സ്പേസ്, എ ഇസ് ഈക്വൽ ടു എ എക്സ് ഐ പ്ലസ് എ വൈ ജെ പ്ലസ് എ സെഡ് കെ എന്നെഴുതാം. എ എക്സ് എ വൈ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ എ എക്സ് എന്ന് പറയുന്നത് എക്സ് ദിശയിലെ കമ്പോണൻറ്റ്, എ വൈ എന്ന് പറയുന്നത് വൈ ഡിറക്ഷനിലെ കമ്പോണൻറ്റ്, എ സെഡ് എന്ന് പറയുന്നത് സെഡ് ഡിറക്ഷനിലെ കമ്പോണൻ്റ് ആയിരിക്കും. അതുപോലെ ഐ ജെ കെ എന്നിവ എക്സ് വൈ സെഡ് ഡിറക്ഷനിലെ യൂണിറ്റ് വെക്ടറുകളാണ്. അഥവാ ഐ എന്നത് എക്സ് ദിശയാണെന്ന് സൂചിപ്പിക്കുന്ന ഇൻഡിക്കേറ്ററാണ്, ജെ എന്നത് വൈ ദിശയെ സൂചിപ്പിക്കുന്നതാണ്, കെ എന്നത് സെഡ് ഡിറക്ഷനിലെ ഒരു യൂണിറ്റ് വെക്ടറാണ്. അഥവാ ആ കമ്പോണൻ്റ് സെഡ് ഡിറക്ഷനിലാണെന്ന് ചൂണ്ടിക്കാട്ടാൻ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻഡിക്കേറ്ററാണ്. അതുപോലെ എ ഇസ് ഈക്വൽ ടു എ എക്സ് പ്ലസ് എ വൈ ജെ പ്ലസ് എ സെഡ് കെ എന്ന വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാണാൻ നേരത്തെ ചെയ്തതുപോലെ തന്നെ എന്തുപയോഗിച്ചാൽ മതി? മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ വെക്ടർ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ പ്ലസ് എ സെഡ് സ്ക്വയർ കണ്ടാൽ മതി. ഇനി വെക്ടർ അഡീഷനുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടി നമുക്ക് പരിഗണിക്കേണ്ടതുണ്ട്. നാം നേരത്തെ തന്നെ വെക്ടറുകളെ ആഡ് ചെയ്യാൻ പഠിച്ചിരുന്നു. അവിടെ നാം ഗ്രാഫിക്കൽ മെത്തേഡിലൂടെയാണ് വെക്ടറുകളെ ആഡ് ചെയ്തത്. അതായത് വെക്ടറുകളെ വരച്ച് അവ പ്രത്യേകമായ രീതിയിൽ ക്രമീകരിച്ചാണ് ട്രയാങ്കിൾ ലോ, പാരലഗ്രം ലോ എന്നീ മാർഗങ്ങളിൽ വെക്ടറുകളുടെ സം കണക്കാക്കിയത്, തുക കണക്കാക്കിയത്. എന്നാൽ ഇത്തരത്തിൽ വെക്ടറുകളെ വരച്ച് അവയുടെ സം കണക്കാക്കുന്നത് പലപ്പോഴും സൗകര്യപ്രദമായിരിക്കില്ല. അതിനാൽ വെക്ടറുകളുടെ മാഗ്നിറ്റ്യൂഡും അവക്കിടയിലെ ആംഗിളും അറിഞ്ഞാൽ റിസൾട്ടന്റ് വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡിറക്ഷനും കണക്കാക്കാൻ ചിത്രമൊന്നും വരയ്ക്കാതെ വളരെ എളുപ്പത്തിൽ സാധ്യമാകും. അതെങ്ങനെയാണ് കണക്കാക്കുന്നത് എന്ന് നമുക്ക് പരിചയപ്പെടാം. നമുക്ക് എ ബി എന്ന 2 വെക്ടറുകളെ തന്നിരിക്കുന്നു. അവക്കിടയിലുള്ള ആംഗിൾ തീറ്റയാണ്. ദാറ്റ് ഈസ് it is given 2 vectors A and B and theta is the angle between the 2 vectors. നമുക്ക് ഈ 2 വെക്ടറുകളുടെ തുകയും അതായത് റിസൾട്ടൻറ്റും അതിൻ്റെ ഡിറക്ഷനുമാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ആദ്യം തന്നിട്ടുള്ള ഈ വെക്ടറുകളെ അഡ്ജസൻ്റ് സൈഡുകളായി പരിഗണിച്ചുകൊണ്ട്
ഒരു പാരലോഗ്രാം പൂർത്തീകരിക്കാം. അത്തരത്തിലുള്ള ഒരു സാമാന്തരികമാണ് പാരലോഗ്രമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇനി നാം പഠിച്ചതാണ് പാരലോഗ്രാം ലോ ഓഫ് അഡീഷൻ അനുസരിച്ച് ഈ പാരലോഗ്രത്തിൻ്റെ ഡയഗണൽ എ ബി എന്ന വെക്ടറുകളുടെ തുകയായിരിക്കും എന്ന് നമുക്കറിയാം. അതിനാൽ എ പ്ലസ് ബി എന്ന ഈ വെക്ടർ കാണാനായി ഇതിൻ്റെ ഡയഗണൽ വരയ്ക്കേണ്ടതുണ്ട്. നോക്കൂ, ഈ കാണുന്ന ഒ എസ് എന്ന ഡയഗണൽ അല്ലെങ്കിൽ ഒ എസ് എന്ന ഈ വെക്ടർ എ ബി എന്നീ വെക്ടറുകളുടെ സം ആണ്, തുകയാണ്. അതിനാൽ ഒ എസ് എന്ന ഈ ഡയഗണലിൻ്റെ നീളം റിസൾട്ടന്റ് വെക്ടറിൻ്റെ തുകയെ സൂചിപ്പിക്കും, സമ്മിനെ സൂചിപ്പിക്കും. അതിനാൽ നമുക്ക് ഒ എസിൻ്റെ നീളം കണക്കാക്കേണ്ടതുണ്ട്. നോക്കൂ, ഒ പി എസ് എന്ന ട്രയാങ്കിൾ ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആയിരുന്നെങ്കിൽ പൈതഗോറസ് തിയറം ഉപയോഗിച്ച് ഒ എസിൻ്റെ ലെങ്ത് നമുക്ക് കണക്കാക്കാമായിരുന്നു. എന്നാൽ ഒ പി എസ് എന്ന ഈ ട്രയാങ്കിൾ, അതായത് രണ്ട് വെക്ടറുകളും അതിൻ്റെ റിസൾട്ടൻറ്റുമായി ചേർന്നുണ്ടായിരിക്കുന്ന ഈ ട്രയാങ്കിൾ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ അല്ല. അതിനാൽ ഇവിടെ നമുക്കൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ രൂപപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി എസിൽ നിന്ന് ഒ പിയിലേക്ക് ഒരു നോർമൽ വരയ്ക്കാം. അതോടൊപ്പം തന്നെ ഒ പി എന്ന ലൈൻ വലത്തേക്ക് ഒ എൻ വരെ നീട്ടുകയും ചെയ്യാം. നോക്കൂ, ഇപ്പോൾ ഒ എൻ എസ് എന്ന ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ രൂപപ്പെട്ടിരിക്കുന്നു. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഒ എൻ എസിൻ്റെ ഹൈപ്പോട്ടനസ് ആണ് നമ്മളുടെ റിസൾട്ടന്റ് വെക്ടറായ ആർ എന്നത് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ആർ കണ്ടെത്തിയാൽ, ഒ എസ് എന്ന നീളം കണ്ടെത്തിയാൽ അതാണ് എ ബി എന്ന വെക്ടറുകളുടെ സം ആയി വരിക എന്ന് നമുക്കറിയാം. അക്കോർഡിംഗ് ടു പൈതഗോറസ് തിയറം ഒ എസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഒ എൻ സ്ക്വയർ പ്ലസ് എൻ എസ് സ്ക്വയർ. ബട്ട് ഒ എൻ ഒന്ന് നോക്കൂ, ഒ എൻ എന്നത് ഒ പി പ്ലസ് പി എൻ എന്ന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തെഴുതാം. അതെന്തിനാണ് എഴുതിയതെന്ന് നിങ്ങൾക്ക് പുറകെ ബോധ്യമാകും. അപ്പോൾ ട്രയാങ്കിളിലെ ഒ എൻ എന്നതിനെ നമുക്ക് ഒ പി പ്ലസ് പി എൻ എന്ന് സ്പ്ലിറ്റ് ചെയ്തെഴുതാം. ഇനി എന്താണ് ഈ ഒ പി? ചിത്രത്തിലേക്ക് നോക്കൂ, ഒ പി എന്നത് നമുക്ക് ആഡ് ചെയ്യാൻ തന്നിട്ടുള്ള ഒന്നാമത്തെ വെക്ടറായ വെക്ടർ എ ആണ്. അപ്പോൾ ഒ എൻ എന്നതിനെ നാം എ പ്ലസ് പി എൻ എന്ന് പിരിച്ചെഴുതുന്നു. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഒ എസ് സ്ക്വയർ ഈക്വൽ ടു എ പ്ലസ് പി എൻ ഹോൾ സ്ക്വയർ പ്ലസ് എൻ എസ് സ്ക്വയർ എന്നായി. നമുക്കിവിടെ എ ബി എന്ന രണ്ട് വെക്ടറുകളും അവയ്ക്കിടയിലെ ആംഗിളായ തീറ്റയുമാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാം ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന റിസൾട്ടന്റ് വെക്ടർ കണക്കാക്കുന്നുള്ള ഫോർമുലയിൽ എ ബി തീറ്റ എന്നിവയൊഴികെ മറ്റൊന്നും ഉണ്ടാകാൻ പാടില്ല. അതായത് നമ്മളിപ്പോൾ എഴുതി തയ്യാറാക്കിയിരിക്കുന്ന ഇക്വേഷൻ 2 പി എൻ എൻ എസ് എന്നിവയ്ക്ക് അനുയോജ്യമായ സബ്സ്റ്റിറ്റ്യൂഷൻ നൽകി അവയെ ഈ ഇക്വേഷനിൽ നിന്നും എലിമിനേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനായി നമുക്ക് ട്രയാങ്കിൾ പി എൻ എസ് ഒന്ന് പരിഗണിക്കാം. നോക്കൂ, ചിത്രത്തിലേക്ക് നോക്കൂ, അതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. അവിടെ നിന്ന് നമുക്ക് കോസ് തീറ്റ കണ്ടുപിടിക്കാം. കോസ് തീറ്റ ഈസ് ഈക്വൽ ടു adjacent side by hypotenuse equal to Pn by Ps equal to Pn by എന്താണ് Ps? നമുക്കറിയാം, നമുക്ക് തന്നിട്ടുള്ള രണ്ടാമത്തെ വെക്ടറായ വെക്ടർ ബി ആണത്. അപ്പോൾ കോസ് തീറ്റയെ Pn by b എന്നെഴുതാം. അതിനെ റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? Pn equal to b കോസ് തീറ്റ എന്ന് കിട്ടും. അതായത് Pn-നെ b കോസ് തീറ്റ എന്ന് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയും. ഇനി അതുപോലെ അതേ ട്രയാങ്കിളിൽ തന്നെ, അതായത് നമ്മൾ പരിഗണിച്ച റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ പി എൻ എസിൽ നിന്നും സൈൻ തീറ്റ കണ്ടു നോക്കൂ. വാട്ട് ഈസ് സൈൻ തീറ്റ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. ദെൻ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എസ് എൻ ബൈ പി എസ്. റീഅറേഞ്ച് ചെയ്താൽ എസ് എൻ ഈസ് ഈക്വൽ ടു പി എസ് സൈൻ തീറ്റ എന്ന് കിട്ടും. പി എസ് എന്താണ്? നേരത്തെ പറഞ്ഞതാണ്. പി എസ് എന്ന് പറയുന്നത് ബി എന്ന വെക്ടറാണ്. സോ എസ് എൻ ഈസ് ഈക്വൽ ടു ബി സൈൻ തീറ്റ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നാം എഴുതി വെച്ച ഇക്വേഷൻ 2 പി എൻ എൻ എസ് എന്നിവയ്ക്ക്
ഇപ്പോൾ കിട്ടിയ വില ഉപയോഗിച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താം. അപ്പോൾ ഇക്വേഷൻ എന്താവും നോക്കൂ. ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി കോസ് തീറ്റ ഹോൾ സ്ക്വയർ പ്ലസ് ബി സൈൻ തീറ്റ ഹോൾ സ്ക്വയർ. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് 2 ഇൻറ്റു എ ഇൻറ്റു ബി കോസ് തീറ്റ പ്ലസ് ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. ഇനി അതിനകത്തുള്ള ടേംസ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നു. എ സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ പ്ലസ് ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് ബി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. 4 പദങ്ങളിലെ അവസാനത്തെ 2 പദങ്ങളിൽ 2 ടേംസിൽ ബി സ്ക്വയർ കോമൺ ഫാക്ടറാണ്. അപ്പോൾ അത് നമ്മൾ പൊതുവായി വെളിയിലെടുത്തു. അപ്പോൾ ഇക്വേഷൻ എന്താവും നോക്കൂ. എ സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ പ്ലസ് ബി സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. നമുക്കറിയാം കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റയുടെ വാല്യൂ 1 ആണെന്ന്. അപ്പോൾ ഇക്വേഷൻ എന്തായി മാറും. എ സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ പ്ലസ് ബി സ്ക്വയർ. ഒരു സ്റ്റാൻഡേർഡ് രൂപത്തിൽ എഴുതിയാൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. Therefore, r is equal to square root of a square plus b square plus 2 into a into b into cos theta. ഒരു കാര്യം മനസ്സിലാക്കുക. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന r എന്ന് പറയുന്നത് എ ബി എന്ന വെക്ടറുകളുടെ തുകയായ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. അതുപോലെ തന്നെ എ ബി എന്നിവ അതാത് വെക്ടറുകളുടെ മാഗ്നിറ്റ്യൂഡാണ് എന്നും ഓർക്കുക. അപ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷൻ ഇങ്ങനെ വായിക്കാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ റിസൾട്ടന്റ് വെക്ടർ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് സ്ക്വയർ ഓഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫസ്റ്റ് വെക്ടർ പ്ലസ് സ്ക്വയർ ഓഫ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് സെക്കൻഡ് വെക്ടർ പ്ലസ് 2 ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫസ്റ്റ് വെക്ടർ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് സെക്കൻഡ് വെക്ടർ ഇൻറ്റു കോസ് വാല്യൂ ഓഫ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ്. ഇനി ഈ റിസൾട്ടിൻ്റായി കിട്ടുന്ന വെക്ടറിൻ്റെ ഡിറക്ഷൻ അറിയണമല്ലോ. ഏത് ദിശയിലായിരിക്കും ഇത് ആക്ട് ചെയ്യുക? അത് കാണാൻ നമുക്ക് വീണ്ടും നേരത്തെ പരിഗണിച്ച ONS എന്ന റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ പരിഗണിക്കാം. നമുക്ക് ആൽഫ കണ്ടുപിടിച്ചാൽ മതിയാകും. എന്താണ് ആൽഫ എന്ന ചിത്രത്തിൽ നോക്കൂ. ആൽഫ എന്താണെന്ന് നോക്കൂ. എ എന്ന വെക്ടറിൽ നിന്നും എത്ര ആംഗിൾ ഡീവിയേറ്റ് ചെയ്താണ് റിസൾട്ടൻ്റ് പോകുന്നത് എന്നാണ് ആൽഫ സൂചിപ്പിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ആൽഫ 20 എന്ന് കിട്ടിയാൽ എൻ്റെ അർത്ഥം എന്താണ്? എ എന്ന വെക്ടറിൽ നിന്നും 20 ഡിഗ്രി ബിയിലേക്ക് മാറിയായിരിക്കും റിസൾട്ടൻ്റ് വെക്ടർ. ചുരുക്കത്തിൽ നമുക്ക് ആൽഫയുടെ വാല്യൂ കണ്ടെത്തിയാൽ റിസൾട്ടൻറ്റിൻ്റെ ഡിറക്ഷൻ ഏതാണെന്ന് കൃത്യമായി പറയാൻ കഴിയും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ട്രയാങ്കിൾ ONS പരിഗണിക്കുക. ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ഈക്വൽ ടു SN ബൈ ON ഈക്വൽ ടു SN ബൈ ONനെ നേരത്തെ ചെയ്തതുപോലെ OP പ്ലസ് PN എന്ന് പിരിച്ചെഴുതുന്നു. ഇനി നമുക്ക് എന്തറിയാം? SN എന്ന് പറയുന്നത് ബി സൈൻ തീറ്റയാണെന്ന് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. OP എന്ന് പറയുന്നത് വെക്ടർ എ ആണ്. PN എന്ന് പറയുന്നത് ബി കോസ് തീറ്റയാണ്. അപ്പോൾ ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു ബി സൈൻ തീറ്റ ബൈ എ പ്ലസ് ബി കോസ് തീറ്റ കിട്ടുന്നു. നമുക്ക് ആൽഫയാണ് കാണേണ്ടത്. അപ്പോൾ ഈ കിട്ടുന്ന വാല്യൂവിൻ്റെ ടാൻ ഇൻവേഴ്സ് എടുത്താൽ മതി. സോ ആൽഫ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ബി സൈൻ തീറ്റ ബൈ എ പ്ലസ് ബി കോസ് തീറ്റ. അപ്പോൾ ഈ ഫോർമുല രണ്ടും കൃത്യമായി കാണാതെ പഠിക്കുക. അതായത് 2 വെക്ടറുകൾ എ ബി എന്ന 2 വെക്ടറുകൾ തന്നാൽ അതിൻ്റെ സം കാണാൻ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ ഉപയോഗിക്കാം. ഇനി അതിൻ്റെ ഡിറക്ഷൻ കാണാൻ, അതായത് എ വെക്ടറിൽ നിന്നും റിസൾട്ടൻ്റ് വെക്ടർ എത്ര ആംഗിൾ ഡീവിയേറ്റ് ചെയ്താണ് കടന്നു പോകുന്നതെന്ന് കാണാൻ ആൽഫ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ബി സൈൻ തീറ്റ ബൈ എ പ്ലസ് ബി കോസ് തീറ്റ കണക്കാക്കുകയും ചെയ്യാം. 1-2 ഉദാഹരണങ്ങൾ കൂടി ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങളിൽ നിൽക്കുന്ന എല്ലാ അവ്യക്തതകളും പരിപൂർണമായി മാറിക്കിട്ടും. നോക്കൂ, ഒന്നാമത്തെ ഉദാഹരണം നോക്കൂ. 2 forces 10 Newton and 5 Newton are acting at a point at an angle of 70 degree. Find the magnitude and direction of the resultant force. 2 ഫോഴ്സുകൾ 10 ന്യൂട്ടൺ 5 ന്യൂട്ടൺ ഫോഴ്സുകൾ ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്നു. അവ തമ്മിലുള്ള ആംഗിൾ 70 ഡിഗ്രിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ വസ്തുവിൽ അനുഭവപ്പെടുന്ന റിസൾട്ടൻ്റ് ഫോഴ്സ് എത്രയായിരിക്കും? മറ്റൊന്ന്, ഏത് ഡിറക്ഷനിലായിരിക്കും ഈ റിസൾട്ടൻ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുക? നമുക്ക് എടുത്തെഴുതാം. സൗകര്യം പോലെ എടുത്തെഴുതാം. ഞാനിവിടെ A is equal to 10 ന്യൂട്ടൺ എന്നെടുത്തു.
ബി ഈസ് ഈക്വൽ ടു 5 ന്യൂട്ടൺ എടുത്തു, തീറ്റ ഈക്വൽ ടു 70. എന്താണ് റിസൾട്ടന്റ് കാണാനുള്ള ഫോർമുല? ആർ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 10 സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 10 ഇൻറ്റു 5 കോസ് 70 ഈക്വൽ ടു കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 12.6 ന്യൂട്ടൺ എന്നാണ് കിട്ടുക. അതായത് ഈ ആംഗിളിൽ ഒരു പോയിന്റിലേക്ക് 10 ന്യൂട്ടൺ 5 ന്യൂട്ടൺ ഫോഴ്സുകൾ പ്രയോഗിക്കുകയാണെങ്കിൽ വസ്തുവിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് 12.6 ന്യൂട്ടൺ മാത്രമായിരിക്കും. ഇനി അത് ഏത് ദിശയിലായിരിക്കുമെന്ന് അറിയണം. അതിനെന്ത് കണ്ടാൽ മതി? ആൽഫ കാണുക. ആൽഫ എന്നുള്ള ഫോർമുല എന്താ? ടാൻ ഇൻവേഴ്സ് ബി സൈൻ തീറ്റ ബൈ എ പ്ലസ് ബി കോസ് തീറ്റ. അപ്പോൾ എല്ലാ വാല്യൂവും കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നു. നോക്കൂ, ആൽഫ കണക്കാക്കുമ്പോൾ 21.8 ഡിഗ്രി എന്നാണ് കിട്ടുന്നത്. എന്താണ് 21.8 ഡിഗ്രി? നോക്കൂ, നമ്മൾ ഇവിടെ എ ആയി പരിഗണിച്ചത് 10 ന്യൂട്ടൺ ഫോഴ്സ് ആണ്. അതായത് റിസൾട്ടന്റ് ഫോഴ്സിന്റെ ദിശ എന്ന് പറയുന്നത് 10 ന്യൂട്ടൺ ഫോഴ്സിന്റെ ദിശയിൽ നിന്നും 21.8 ഡിഗ്രി 5 ന്യൂട്ടൺ ഫോഴ്സ് ദിശയിലേക്ക് മാറിയായിരിക്കുമെന്ന. അപ്പോൾ നമുക്ക് ഈ ചിത്രത്തിലേതുപോലെ നമുക്കത് വരച്ചു വയ്ക്കുകയും ചെയ്യാം. പരീക്ഷ ചിത്രം വരയ്ക്കാൻ നിർബന്ധമൊന്നുമില്ല, കാര്യം വ്യക്തമാകുന്നതിന് വേണ്ടി ആ ചിത്രം ഇവിടെ വരച്ചു എന്ന് മാത്രം. ഇനി ഒരു ചോദ്യം കൂടി നോക്കാം. എ മോട്ടോർ ബോട്ട് ഈസ് റേസിംഗ് ടുവേർഡ്സ് നോർത്ത് അറ്റ് 25 km/h and water current in that region is 10 km/h in the direction of 30 degree from east to south. Find the direction and magnitude of resultant velocity of the boat. നോക്കൂ, ഒരു മോട്ടോറിന് 25 km/h സ്പീഡിൽ സഞ്ചരിക്കാൻ കഴിയും സ്റ്റിൽ വാട്ടറിൽ. അതാണ് അതിൻ്റെ കപ്പാസിറ്റി. പക്ഷേ അവിടെ വെള്ളം ഒഴുകുന്നത് 10 km/h സ്പീഡിലുമാണ്. അത് ഏത് ദിശയിലാണെന്ന് നോക്കൂ, കിഴക്ക് നിന്നും 30 ഡിഗ്രി സൗത്തിലേക്ക് മാറിയാണെന്ന. ഈസ്റ്റിൽ നിന്നും 30 ഡിഗ്രി സൗത്തിലേക്ക് മാറി. അപ്പോൾ നമുക്കിത് ഒരു ചിത്രം വരച്ചു വെച്ചാൽ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വളരെ എളുപ്പമുണ്ടാകും. ചോദ്യത്തിൽ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. നോർത്ത് ഡിറക്ഷനിൽ 25 km/h ബോട്ടിന്റെ വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ്. ഈസ്റ്റിൽ നിന്നും 30 ഡിഗ്രി സൗത്തിലേക്ക് മാറി 10 km/h വേഗത്തിൽ വാട്ടർ കറണ്ട്. അപ്പോൾ ബോട്ടിന്റെ നെറ്റ് സ്പീഡ്, നെറ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് ഈ രണ്ട് വെക്ടറുകളുടെയും തുകയായിരിക്കും. അപ്പോൾ ഈ രണ്ട് വെക്ടറുകളും ആഡ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ എ ഈസ് ഈക്വൽ ടു 25 എന്നെടുത്തു, ബി 10 എടുത്തു. ആംഗിൾ ബിറ്റ്വീൻ ദം 90 + 30 ഈസ് ഈക്വൽ ടു 120. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ആംഗിൾ എടുക്കുമ്പോൾ ചോദ്യത്തിൽ ഈ 30 എന്ന് പറഞ്ഞിരിക്കുന്നത് ഈസ്റ്റ് ഡിറക്ഷനിൽ നിന്നും സൗത്തിലേക്കുള്ള ആംഗിളാണ്. നമുക്ക് ഫോർമുലയിൽ കൊടുക്കേണ്ട ആംഗിൾ എന്ന് പറയുന്നത് ഏത് രണ്ട് വെക്ടറുകൾ തമ്മിലാണോ ആഡ് ചെയ്യേണ്ടത് ആ വെക്ടറുകൾക്കിടയിലുള്ള ആംഗിളാണ്. അങ്ങനെ എടുക്കുമ്പോൾ ഒരു വെക്ടർ നോർത്തേൺ ഡിറക്ഷനിലേക്കും മറ്റേ വെക്ടർ ചിത്രത്തിലേതുപോലെ ഈസ്റ്റിൽ നിന്ന് 30 ഡിഗ്രി സൗത്തിലേക്ക് മാറിയുമാണ്. അപ്പോൾ അവക്കിടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 + 30 120 ഉണ്ട് എന്ന് പ്രത്യേകം ഓർക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം? റിസൾട്ടന്റ് ഫോർമുല ഉപയോഗിച്ച് ഈസിയായി കാണാവുന്നതേ ഉള്ളൂ. സ്ക്വയർ റൂട്ട് ഓഫ് a square plus b square plus 2ab cos theta, that is 25 square plus 10 square plus 2 into 25 into 10 into cos 120. വാല്യൂ ഒക്കെ കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് സ്ക്വയർ റൂട്ട് ഓഫ് 475 എന്ന് കിട്ടും. സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ 21.8 km/h എന്നാണ് കിട്ടുന്നത്. അതായത് വാട്ടർ കറണ്ടിന്റെ സാന്നിധ്യമുള്ളത് കൊണ്ട് മോട്ടോർ ബോട്ടിന് അതിൻ്റെ യഥാർത്ഥ സ്പീഡിൽ സഞ്ചരിക്കാനാവില്ല. കുറച്ചുകൂടി കുറഞ്ഞ വേഗത്തിൽ മാത്രമേ ബോട്ടിന് മുന്നോട്ട് പോകാൻ കഴിയൂ. അത് കേവലം 21.8 km/h മാത്രമാണ്. അപ്പോൾ ഒന്നാമത്തെ ഉത്തരമായി. ഇനി രണ്ടാമത്തത്, ഇങ്ങനെ ബോട്ട് പോയാൽ കൃത്യമായി നോർത്തേൺ ഡിറക്ഷനിലേക്ക് ബോട്ട് എത്തുമോ എന്നുള്ളതാണ്. ഇല്ല, കാരണം വാട്ടർ കറണ്ടിന്റെ ഇൻഫ്ലുവൻസ് ഉള്ളത് കൊണ്ട് സ്വാഭാവികമായും ബോട്ട് റൈറ്റ് സൈഡിലേക്ക് ടേൺ ചെയ്ത് മുന്നോട്ട് നീങ്ങുക ചെയ്യുക. അപ്പോൾ റിസൾട്ടന്റ് വെലോസിറ്റി അഥവാ ബോട്ട് ആക്ച്വലി നീങ്ങുന്നത് ദിശയിലായിരിക്കും എന്ന് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ചിത്രത്തിൽ ആ ആംഗിൾ ആൽഫ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആൽഫ എന്നുള്ള ഫോർമുല എന്താണ്? നേരത്തെ പറഞ്ഞു, ആൽഫ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ബി സൈൻ തീറ്റ ബൈ എ പ്ലസ് ബി കോസ് തീറ്റ. എ ബി എന്നിവയ്ക്ക് വില കൊടുത്തു, ആംഗിളും കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുക 23.4 എന്നാണ് കിട്ടുക. എന്താണ് ഇതിനർത്ഥം?
നമ്മൾ എവിടെയാണ് ആൽഫ മാർക്ക് ചെയ്തത്? നോർത്ത് ഡിറക്ഷനിൽ നിന്നും ബോട്ട് പോകുന്ന ദിശയിലേക്കുള്ള ആംഗിളാണ് ആൽഫ കൊണ്ട് മാർക്ക് ചെയ്തത്. അഥവാ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ബോട്ട് മുന്നോട്ട് നീങ്ങുന്നത് നോർത്തേൺ ഡിറക്ഷനിൽ നിന്നും 23.4 ഡിഗ്രി ഈസ്റ്റിലേക്ക് മാറിയായിരിക്കും. അപ്പോൾ നമ്മൾ അവസാനം എന്ത് എഴുതി വയ്ക്കും? ദാറ്റ് ഈസ് ദ ബോട്ട് വിൽ മൂവ് വിത്ത് എ സ്പീഡ് ഓഫ് 21.8 km/h in a direction of 23.4 degree from north towards east.